അങ്ങനെ ചേച്ചി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. രാവിലെ കഴിക്കാനായിട്ട് ദോശയും ചട്നിപ്പൊടിയാണ് കേട്ടോ. ദോശക്കുള്ള മാവ് ഇന്നലെ രാത്രി തന്നെ ചേച്ചി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്നിക്കുള്ള പരിപ്പും കാര്യങ്ങളും അതും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊടിച്ചെടുക്കണം കേട്ടോ. പൊടിച്ചെടുക്കാനായിട്ട് ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ദോശ ചുട്ടെടുക്കുവാണ്. മോന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ നിന്നാണ് കഴിക്കുന്നത്. മോനുള്ള ദോശ എടുത്ത് കൊടുത്തു. ചട്നിപ്പൊടി വെളിച്ചെണ്ണയിൽ ചാലിച്ച് ഇതേ മോന് കഴിക്കാൻ കൊടുത്തു. എനിക്കൊരു ഗ്ലാസ് ചായയും തന്നു. ഞാൻ ആ ചായയും കുടിച്ചിട്ട് വേഗം തന്നെ പോയി കുളിച്ച് റെഡിയായി വന്നു. ഇത് ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് പോവുകയാണേ. പള്ളുരുത്തി നടക്കിലുള്ള ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഈ അമ്പലം എനിക്ക് സ്പെഷ്യലാണ്. ഈ അമ്പലം എന്നല്ല, എല്ലാ അമ്പലവും എനിക്ക് സ്പെഷ്യലാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചാണ് കേട്ടോ എൻ്റെ കല്യാണം നടന്നത്. 9 മണിയായപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ ഇവിടെ ഉത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ് കേട്ടോ. ചെന്നപ്പോൾ അതേ നടക്കിൽ പറ വെക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴാൻ പോവുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഫ്രണ്ട് വശമാണ്. അപ്പം ഞങ്ങൾ കയറി തൊഴുതു പുറത്തേക്ക് ഇറങ്ങി ഗുരുതിയൊക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ രാവിലെ പ്രഭാത ഭക്ഷണമുണ്ട്. അപ്പോൾ ഞങ്ങളിത് കഴിക്കാനായിട്ട് അടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഇവിടെ എല്ലാ ദിവസവും വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല പരിചയം കേട്ടോ ചേച്ചിക്ക്. അങ്ങനത്തെ ചേച്ചിനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ 3 പേരെയും അകത്ത് കയറ്റി. ചാറും കഞ്ഞിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കറി ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി. അച്ചാറും 2 തരം അച്ചാറുണ്ടായിരുന്നു കേട്ടോ. മാങ്ങാച്ചാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വലിയ നാരങ്ങയില്ലേ, വടകപ്പുളി നാരങ്ങ അച്ചാർ, അതുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങളിതേ രാവിലത്തെ കഞ്ഞി കുടിച്ചു. പിന്നെ കുറച്ച് നേരം അമ്പലത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പൂ നന്നാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേരൊന്ന് അതിൻ്റെ കൂടെ ഇരുന്നു. പിന്നെ ചേച്ചി പറഞ്ഞ നമുക്ക് പോയി ചായ കുടിച്ചിട്ട് വരാമെന്ന്. അങ്ങനത്തെ അമ്പലത്തിൻ്റെ പുറത്തുള്ള റാവസ് ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. അവിടെ കയറി ചൂടുള്ളൂടെയും ചമ്മന്തിയും പിന്നെ ഓരോ കോഫി, ഞാനും മോനും കോഫി കുടിച്ചു. ചേച്ചി ചായയാണ് കുടിച്ചത്. അങ്ങനെ വടയും ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ അമ്പലത്തിൽ വന്നു. പിന്നെ എന്താണെങ്കിലും ഇന്ന് അന്നദാനമുണ്ട്. 3 മണിക്കാണ് നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ. അപ്പോൾ അതുവരെ എന്താണെങ്കിലും അന്നദാനമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വീട്ടിൽ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഞങ്ങളത് അന്നദാനം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.